ബിഗോണിയ പ്ലാന്റ് ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ കളറിന്, അതായത് പ്ലാന്റിൽ വരുന്ന ഇലകളിലെ കളേഴ്സ് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും മനോഹരമായിട്ടുള്ള കളറുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. പല തരം ബിഗോണികളുണ്ട്. അതിനകത്ത് റെക്സ് ബിഗോണിയ, അതേപോലെ തന്നെ കെയിൻ ബിഗോണിയ എന്നൊക്കെ പറയുന്ന ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിലും പഴമ, അതായത് ഒരു പണ്ട് മുതൽക്കുള്ള ബിഗോണികൾ ആണ് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ള വെറൈറ്റികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബിഗോണിയ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആ തരംഗത്തിൽ നമുക്കും പങ്കുചേരാം. പല ഇനം ബിഗോണികൾ ഒരു കുടക്കീഴിൽ സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. കണ്ടില്ലേ, ഇതെല്ലാം ഓരോ ഇനങ്ങളാണ്. ആ ഗ്രീനാണ് എന്നുണ്ടെങ്കിൽ തന്നെയും പ്ലാന്റ് ഭയങ്കര ഭംഗിയാണ്. ബിഗോണിയ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വരുന്ന ഞരമ്പുകളുടെ കുറുവിയ ഓട്ടവും അതേപോലെ തന്നെ നിറവ്യത്യാസങ്ങളുമാണ്. പല തരം ബിഗോണിയാസ് ഇന്ന് നമ്മളുടെ വിപണിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കീഴടക്കലിൽ നമുക്ക് ഒരുപാട് പുതിയ ഇനങ്ങളെ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക്, ഇപ്പം ഒരിടത്ത് ഇത് നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാടുണ്ട് എന്ന് തോന്നുന്ന പല ഇനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പല പ്രത്യേകതകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗോണിയെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം, നമുക്ക് എപ്പോഴും ഒരു ഫംഗിസൈഡ് കൂടെ കരുതണം. ഇൻഡോഫില്ലം 45 എന്ന് പറയുന്ന ഫംഗിസൈഡാണ് നമ്മളിവിടെ കരുതാറ്. അത് കറക്റ്റ് ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് ഇവിടെ പതിവാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധി വരെ ഫംഗസിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ചെറുകീടങ്ങളുടെ ശല്യം കുറച്ച് കാണിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിഗോണിയെ പറയാം. അതിനുവേണ്ടി നമുക്ക് ഇൻസെക്ടിസൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീവയോ ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഒരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യവും പരമാവധി നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇലകളിലെ കീറൽ കാണുന്നത് ശ്രദ്ധിക്കാം. ഇലകളിൽ ചെറിയ കീറലുകൾ, അതേ ചെറിയ പ്രാണികൾ അറ്റാക്ക് ചെയ്യുന്നതിലൂടെയും വരുന്നതാവാം. അന്നേരം അത് നമ്മളെപ്പോഴും കരുതേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം 3ഉം കൂടെ മിക്സ് ചെയ്ത് 72 മണിക്കൂർ 3 ദിവസം വെച്ച് പുളിപ്പിച്ച് അതിൻ്റെ തെളി എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല കെൽപ്പോടെ വളർന്ന് കിട്ടും. അതേപോലെ തന്നെ ഗ്രീൻ കൂടും. അതേപോലെ തന്നെ ഒന്നും വേണ്ട, ഗ്രീൻ കെയർ, അതായത് NPKയിൽ എണ്ണ കുറഞ്ഞ ഗ്രീൻ കെയർ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കുക. അതിനുശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഞെരുപ്പായിട്ട് കയറി വരും, അത് ഗ്യാരണ്ടി. ഇതെല്ലാം ബിഗോണിയയുടെ തൈകൾ നമ്മൾ ഒരുക്കി വെച്ചേക്കുന്നതാണ്. ഏകദേശം ഒരു 500 ബിഗോണിയയ്ക്ക് മുകളിൽ ഇപ്പം കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. മദർ പ്ലാന്റുകൾ സെയിലിനല്ല, മദർ പ്ലാന്റുകൾ നിന്നുമാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത്. അന്നേരം മദർ പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈ കാണത്തില്ല. ഒരു 500 പ്ലാന്റ് ഇപ്പം സ്റ്റോക്കിലുണ്ട്. വിവിധ വെറൈറ്റി, ഏകദേശം ഒരു 10, 15, 20 വെറൈറ്റിക്ക് മുകളിൽ എന്തായാലും കാണും, ഗ്യാരണ്ടി. അങ്ങോട്ടിരിക്കുന്നതും അതാണ്. മദർ പ്ലാന്റുകൾ വലിയ ചട്ടിയിലായിരിക്കും, അതിപ്പം സെയിലിനല്ല. പെർലൈറ്റും ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത ഒരു മിക്സ്ചറിലാണ് ഇതിപ്പം നട്ടേക്കുന്നത്. ഇതിനെ നമ്മൾ ഇവിടുന്ന് മേടിച്ചാൽ തന്നെ കൊണ്ടുപോയിട്ട് നാടൻ മണ്ണിൽ ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലും, അതായത് മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ട് തണലത്ത് വെക്കുക. തണലത്ത് വെച്ച് വെള്ളം കുറച്ചേ ഉപയോഗിക്കാവൂ. ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ് ബിഗോണിയ, നമ്മൾക്ക് ഏവർക്കും അറിയാം. ഫ്ലവറിങ് ബിഗോണിയെ നമ്മൾ ഒരു കളക്ഷനിൽ കുറച്ച് പ്ലാന്റുകൾ, ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല, കുറച്ച് പ്ലാന്റുകൾ നമ്മളാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന 10 ഇനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ വെറൈറ്റിയാണ്.
2 ഈ വെറൈറ്റി നല്ല ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഒരുപാട് പേർക്ക് അതനുസരിച്ചുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 3ാമത്തെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതും ആവശ്യക്കാർ ഒരുപാടുള്ളൊരു വെറൈറ്റിയാണ്.